നമുക്ക് ഇതേപോലെ പല്ലിയും പാറ്റയും ഒക്കെ തുരത്താനുള്ള നല്ല കിടിലൻ ഒരു മരുന്ന് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് മുരിങ്ങയില അതിനകത്തുനിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വാടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വാടിയ മുരിങ്ങയിലോ അത് ഇച്ചിരി മുറ്റിയ മുരിങ്ങയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തൊന്ന് ചതച്ചെടുക്കാം, പെട്ടെന്ന് ചതഞ്ഞിട്ട് കേട്ടോ. അപ്പം ചതച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക്. നമ്മൾ ഇതേപോലെ ചതച്ചെടുക്കുമ്പോഴത്തേന് അത്രയും ചാറ് നമുക്ക് കിട്ടും. അതിന് ഒരു കർപ്പൂരം ആവശ്യമേ ഉള്ളൂ കേട്ടോ. ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് പല്ലികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു കർപ്പൂരം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചതച്ച മുരിങ്ങ ഇലയുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലും വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. കർപ്പൂരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇതേപോലെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക, കാരണം ഭയങ്കര ഒരു സ്മെല്ലാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇറങ്ങി വരട്ടെ. അതിൻ്റെ കളറെല്ലാം ഇറങ്ങി കണ്ടോ, കുറച്ച് നേരം മാറുമ്പോഴത്തേനും അത് തണുത്ത് അതിൻ്റെ കളറെല്ലാം ഇറങ്ങി കിട്ടും കേട്ടോ. മുരിങ്ങയില സൂപ്പറാണ്, കാരണം അതിനകത്ത് നിന്ന് വരുന്ന ഉറുമ്പ്, പാറ്റ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പഴുതാര, ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒന്ന് കർപ്പൂരവും ഒന്ന് ലോഷനും, പള്ളിക്കുള്ളതല്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയിലെന്ന് വെച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിൽ, അതേപോലെ മുടിയിലെ താരം പോകുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ കയ്യിലൊക്കെ ചൊറിഞ്ഞു പൊട്ടുമല്ലോ, ചിലർക്ക് അലർജി, അതേപോലെ എന്തെങ്കിലുമൊക്കെ സോപ്പൊക്കെ തൊട്ടാൽ വിരലിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ പൊട്ടും അല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ഞെവിടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചാറ് ഫുള്ളാകെ അതിനകത്ത് ഇറങ്ങി കിട്ടും കേട്ടോ. അതൊന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഞെവിടി എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടൽ, ചെറിയ ചെറിയ കുരുപ്പൊക്കെ വന്നിട്ട് പൊട്ടുകയാണെങ്കിൽ ഇതിന് അണുക്കളെ നശിപ്പിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ലൊരു ചാറുണ്ട്. ഈ ചാറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തലയ്ക്കകത്ത്. ഇപ്പോൾ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് മുടി കൊഴിച്ചിലിനും താരനിക്കും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് തലയുടെ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂണൊന്നും വേണ്ട, നമ്മളിതിപ്പോൾ കുറച്ച് അളവ് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടിയും ഈ ഇലയും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ നല്ലൊരു മരുന്നാണ്. കാരണം ചൊറിച്ചിലിനൊക്കെ, പൊട്ടലിനും ചൊറിച്ചിലിനൊക്കെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൈക്ക് പൊട്ടലും ചൊറിച്ചിലും ഒക്കെ ഉണ്ട്. ചൊറിച്ചിലിനൊക്കെ നല്ല മരുന്നാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ആ ഭാഗത്തോട്ട് ആ പൊട്ടൽ നമുക്ക് അതോടെ തന്നെ നിർത്തലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചൊറിഞ്ഞ് പൊട്ടി അത് വലുതാകത്തില്ല. അപ്പോൾ ഇതിന് പറ്റിയൊരു മരുന്നും കൂടിയാണ് കണ്ടോ. ഇതിപ്പോൾ ഞാൻ ആ കർപ്പൂരം ഇട്ട വെള്ളം നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്താക്കി ഞാൻ എടുക്കുകയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് അരിച്ചെടുക്കണ്ട. ഇതിപ്പം ഞാൻ അവിടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇലയുടെ ആ സത്ത് അതിനകത്ത് നിന്നിട്ട് തന്നെ അതിനകത്ത് ഇറങ്ങി കിട്ടും. കാരണം 2 ദിവസം വരെയൊക്കെ ഇത് വെക്കാം കേട്ടോ. കൂടുതൽ ദിവസം ഇരിക്കത്തില്ല, കാരണം ഇല ചതച്ച് നമ്മളിടുന്നതുകൊണ്ട് തന്നെ അത് സ്മെല്ല് വരും, ചളിച്ച് പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഉറുമ്പ് വരുന്ന സ്ഥലത്തും, അതേപോലെ സിങ്കിലും, അതേപോലെ വാഷ് ബേസിനിലെ ഹോൾ എല്ലാത്തിലും നമുക്ക് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു മണമാണ്. ഈ മണം അടിച്ചിട്ട് ഉറുമ്പും പാറ്റാക്കുഞ്ഞുങ്ങളൊന്നും തന്നെ വരില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ലോഷൻ്റെ ആ ഒരു സൊല്യൂഷൻ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കതകിൻ്റെ കട്ടളയുടെ ഭാഗത്തുള്ള ഒരു ഉറുമ്പ് ദ്വാരം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ കർപ്പൂരത്തിൻ്റെ മണവും ഇതും കൂടെ ചേരുമ്പോഴത്തേനും ഭാഗത്തുനിന്ന് ഉറുമ്പെല്ലാം ചത്തുപോകും.